ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഏതെല്ലാം സർട്ടിഫിക്കറ്റാണ് നമ്മൾ കയ്യിൽ കരുതേണ്ടത് എന്ന് ചോദിക്കുന്നവരോട് നമ്മൾ ഗൾഫിലെ സ്കൂളിലേക്ക് നമ്മൾ സി വി ഒക്കെ സെൻഡ് ചെയ്ത് അവർ നമ്മളെ വിളിക്കും. ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നമ്മുടെ ആ ഒരു സി വിയുടെ ഒരു കോപ്പി മാത്രം നിങ്ങൾ കയ്യിൽ കരുതുക. മറ്റ് സർട്ടിഫിക്കറ്റുകളെല്ലാം കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല. കാരണം അവർ ഇൻ്റർവ്യൂ സമയത്ത് നിങ്ങളെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഇങ്ങനെയൊന്നും പ്രത്യേകിച്ച് ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂൾസ് ചോദിക്കാറില്ല. അപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത് അവർ നിങ്ങളുടെ സി വി വാങ്ങുന്നു. ആ സി വിയിൽ നമ്മൾ എഴുതി പിടിപ്പിച്ചത് എന്തൊക്കെയാണ്, അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് നമ്മളടുത്ത് ചോദിക്കുന്നുണ്ടാവും. അവർ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ കോൺഫിഡൻസ്, അതുപോലെ പ്രസൻറ്റിങ് സ്റ്റൈല്, നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ നോക്കുന്നത്. അതിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ മാത്രമാണ് പിന്നെ നമ്മളടുത്ത് ഡെമോൺസ്ട്രേഷൻ അവർ പറയുന്നത്. അങ്ങനെ ഡെമോൺസ്ട്രേഷനും കഴിഞ്ഞ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഫോം അവർ ഫില്ല് ചെയ്യാൻ തരും. നമ്മുടെ ഡീറ്റെയിൽസൊക്കെ അവർ കളക്ട് ചെയ്യും. പിന്നെ സർട്ടിഫിക്കറ്റ് കോപ്പി കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കേണ്ടത് നമുക്ക് ജോബ് കിട്ടിയതിൻ്റെ ശേഷം പിന്നെ അവിടെ വർക്ക് കോൺട്രാക്റ്റിന്, അതുപോലെ നമുക്ക് അജീർ ലൈസൻസ് എടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവരെല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും കോപ്പികൾ ചോദിക്കും. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് അറബിക് ട്രാൻസ്ലേഷനാണ് ചോദിക്കാറ്, അജീർ ലൈസൻസ്. കാരണം മിനിസ്ട്രി പേർപ്പസിനുള്ളതിനൊക്കെ നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു അറബിക് ട്രാൻസ്ലേഷൻ അവർ പറയും ഏതൊക്കെ സർട്ടിഫിക്കറ്റാണെന്നുള്ളത്. ഇവിടെ വേണ്ടത് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റാണ് മെയിൻലി അവർ ചോദിക്കാറുള്ളത്. പിന്നെ നമ്മുടെ പാസ്പോർട്ട്, ഇക്കാമ കോപ്പി, അങ്ങനെയുള്ള സംഭവങ്ങളും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഇതെല്ലാം കൊണ്ട് പോകേണ്ട കാര്യമില്ല. അതുപോലെ ചില ടീച്ചേഴ്സ് ജോബിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരു PDF ആയിട്ട് അതിൽ സി വി, കവർ ലെറ്റർ, സർട്ടിഫിക്കറ്റിൻ്റെ കംപ്ലീറ്റ് കോപ്പി, അതുപോലെ എല്ലാ ആഡ് ഓൺ കോഴ്സസ് എല്ലാം വെക്കാറുണ്ട്. അതിൻ്റെ ഒരു ആവശ്യമല്ല കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഓൺലൈനിലൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മളത് ഇങ്ങനെ ഇത്രയും സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പികളൊക്കെ ഇവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ വെറും ഒരു സി വി, നല്ലൊരു സി വി ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഒരു ഇൻ്റർനാഷണൽ ജോബിന് വേണ്ടി കൊടുക്കേണ്ട അങ്ങനത്തെ സി വി ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ചില ഏജൻസികളുടെ നിന്നൊക്കെ സി വി ചെയ്തവർ കാണിക്കാറുണ്ട്, അത് ഇങ്ങോട്ടേക്ക് മാച്ച് ആവാറില്ല. അപ്പോൾ നിങ്ങൾ സി വി ഒക്കെ ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഇൻ്റർനാഷണൽ ജോബിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരൊക്കെ ആണോ നോക്കിയിട്ട് മാത്രം സി വി ഒക്കെ ചെയ്യാൻ നാട്ടിൽ കൊടുക്കണം കേട്ടോ. അതില്ലെങ്കിൽ നിങ്ങൾ ഗൾഫിലുള്ള ആളുകളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചാൽ അതായിരിക്കും നിങ്ങൾക്ക് ഒന്നും കൂടെ നല്ലത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് കീപ്പ് ചെയ്യേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ സി വി മാത്രം കൊണ്ടുപോയാൽ മതി. വേറെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യമില്ല. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.